ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്നിപ്പോൾ ഇവിടെ തേക്കടി ഓക്സിജൻ റിസോർട്ട്സിലാണുള്ളത്. ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് വന്ന് ചെക്ക് ഇൻ ചെയ്തു, പിന്നെ ഓരോ തിരക്കുകളിൽ പെട്ടു. അപ്പോൾ ഇന്നലെ സ്റ്റേ കഴിഞ്ഞ് വളരെ നല്ലൊരു സ്റ്റേ ആയിരുന്നു. അപ്പോൾ റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഇതാണ് റിസപ്ഷൻ്റെ അവിടേക്കുള്ള എൻട്രൻസ്. ഇവിടെ നമുക്ക് ഇതൊരു റിസപ്ഷൻ ബ്ലോക്ക് ഉണ്ട്. പിന്നെ അപ്പുറത്ത് കുറേ സ്റ്റേ ചെയ്യാനായിട്ട് കുറേ കോട്ടേജസ് പോലെ ഉണ്ട്. ഓരോ കോട്ടേജസിലും ശരിക്കും ഒരു 2-3 റൂം വെച്ചിട്ടാണ്. ഇത് ബോബി ചെമ്മണ്ണൂരിൻ്റെ റിസോർട്ട്സാണ് ആക്ച്വലി. അപ്പോൾ ക്ലബ് ഓക്സിജൻ റിസോർട്ട് എന്ന് കാണാം. ബോബി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്ലേസാണ്. ഇതിൻ്റെ വാളൊക്കെ നല്ല ഗ്രീനറി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന രീതിയിലാണ് ഇതിൻ്റെ വാളും എല്ലാം വരുന്നത്. അപ്പോൾ നമ്മളൊരു കാടിൻ്റെ ഉള്ളിൽ ഒരു റിസോർട്ട് പോലെയാണ്. ശരിക്കും പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഒരുപാട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു തരത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് റിസപ്ഷനിലേക്കാണ്. ഇന്നലെ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ റിസപ്ഷനിൽ നമുക്ക് നെറ്റിയിൽ ചന്ദനമൊക്കെ ചേർത്ത് തന്നായിരുന്നു. നല്ലൊരു റിസപ്ഷനായിരുന്നു. നമ്മുടെ ചെക്കിൻ്റെ റീക്യാപ്പാണ് പെട്ടെന്ന് ഇവിടെ കാണിക്കുന്നത്. ചന്ദനം ചാർത്തുന്നതും എല്ലാവരും വരുന്നതൊക്കെ. വെൽക്കം ജ്യൂസും ഉണ്ടായിരുന്നു. മോള് വെൽക്കം ജ്യൂസ് കുടിക്കുന്നത് കാണാം. പിന്നെ ചെക്കിൻ്റെ ഫോർമാലിറ്റീസ് അവർ ചെയ്യുന്നത് കാണാം. റിസപ്ഷൻ്റെ അവിടെ വരുന്ന ഒരു ഓപ്പൺ ബാൽക്കണിയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. വരുന്ന എല്ലാവർക്കും ഈ ഒരു വ്യൂ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. രാത്രിയാണെങ്കിൽ ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഉള്ളപ്പോൾ അത് വേറൊരു ആംബിയൻസ് ആണ്. സൈറ്റ് സീയിങ്ങിനുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നൊരു പിക്ചർ നമുക്ക് കാണാം. കുട്ടികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ പുലിയും കടുവയുടെ അടുത്തേക്ക് വന്ന് ഇതിൻ്റെ മുകളിൽ കയറുന്ന ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. ഒരുവിധം കുട്ടികളൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ഓപ്പൺ ഏരിയ ഉണ്ട്, നമ്മൾ ബാൽക്കണി പോലെ. അപ്പോൾ നമുക്ക് ഈ വ്യൂ ആസ്വദിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം പ്രധാനമാണ്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ ബോബി ചെമ്മണ്ണൂർ മരതോണി നിൽക്കുന്ന ഒരു കട്ടൗട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. അതുപോലെ ഇവിടെ കുറച്ച് പിക്ചേഴ്സൊക്കെ ആണെങ്കിലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. അത് താഴെയാണ് വരുന്നത്. റിസപ്ഷനിൽ നമുക്ക് സ്റ്റെപ്പ് താഴെയാണ്. സീനറീസൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് സ്പൈസ് ആൻഡ് സോസ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമുക്ക് ഗ്ലാസ് തുറന്നു കഴിഞ്ഞാൽ പുറത്താണെങ്കിലും ഈ വ്യൂ കണ്ടിരുന്ന് ഭക്ഷണം കഴിക്കാനാണെങ്കിലും നല്ലതാണ്. അവിടെ ഒരു ട്രീയുടെ പിക്ചറാണെങ്കിലും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തിരിച്ച് റിസപ്ഷനിൽ വന്നിട്ട് ഇനി റൂമിൻ്റെ അവിടേക്ക് പോവാണ്. ഇവിടെ നമ്മുടെ റിസപ്ഷൻ്റെ അവിടെ നമുക്ക് നേരത്തെ പറയാൻ വിട്ടുപോയി നിലവിളക്കും ആനയൊക്കെ ഉണ്ട്. വീണ്ടും കേരളത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്ന രീതിയിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടേക്ക് പോവാണ്. റൂമിൻ്റെ അവിടേക്ക് പോകുന്ന ഏരിയ ആണെങ്കിൽ നല്ലൊരു ഏരിയ. റിസപ്ഷനിൽ നിന്ന് പുറത്ത് കടന്ന് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കുറേ കോട്ടേജസ് ഉണ്ട്. അപ്പോൾ ഓരോ കോട്ടേജസിലേക്ക് നമുക്ക് സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട്. ഞങ്ങൾ താമസിച്ചത് ഫസ്റ്റ് കോട്ടേജ് തന്നെയാണ്. നമ്മൾ ഈ വാളാണെങ്കിലും നല്ല രസമാണ്. നമുക്ക് നല്ല ഹൈറ്റ് ഉണ്ട് ഈ വാളിന്. റൂം നമ്പേഴ്സും അവിടെ ഓരോ സ്ഥലത്തേക്ക് ഏതൊക്കെ റൂമിലേക്കുള്ളത് ഓരോ സ്ഥലത്തേക്കും അവിടെ പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെയാണ് വരുന്നത്. നമ്മൾ സ്റ്റേ ചെയ്ത റൂം 303. അപ്പോൾ ഇത് നമുക്ക് വരുന്ന ഫ്ലോറിൽ തന്നെയാണ്. ഹോട്ടൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റൂം തന്നെയാണ്. ഫ്ലോറൊക്കെ നമുക്ക് വുഡനാണ്. പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ ആണെങ്കിലും നല്ലതാണ്. AC ഇല്ല, പക്ഷേ ഇവിടെ ACയുടെ ആവശ്യമില്ല. കാരണം നമ്മൾ ഫാൻ ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല.
പിന്നെ ഒരു ഫാമിലിക്ക് സുഖമായിട്ട് സ്റ്റേ ചെയ്യാവുന്ന രീതിയിലാണ്. നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. ഇതിന് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. അതുമാത്രമല്ല ഇത് നല്ല ഏരിയ ഉണ്ട് ഇതിനകത്ത്. ഇവിടെ ആണെങ്കിൽ പിന്നെ ബാത്ത് ഏരിയ സെപ്പറേറ്റ് ആണ്. വാഷ് ബേസിനാണേലും എല്ലാം നല്ല ക്ലീൻ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചൂടുവെള്ളമൊക്കെ എപ്പോഴാണെങ്കിലും കിട്ടും. പിന്നെ ഡ്രയറും ബാക്കി എക്സോസ്റ്റ് ഫാനും എല്ലാം ഇതിനകത്തുണ്ട്. റൂമിൽ നിന്നും ഇതുപോലെ പുറത്തേക്ക് ഒരു ഏരിയ ഉണ്ട്, പുറത്തെ വ്യൂസ് ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ നമുക്കിത് രാത്രിയൊക്കെ ലോക്ക് ചെയ്യാനും ഉള്ളത് പറ്റും. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതുപോലെ ഒരു ടീ പോയിന്റ് 2 ചെയേഴ്സും ഉണ്ട്. ഇവിടെ നല്ല സുഖമാണ് ചായ ഇരുന്ന് ഇതുപോലെ വ്യൂ ഒക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. വ്യൂവും കണ്ട് മലയും താഴ്വാരയൊക്കെ കണ്ട് എത്ര നേരം വേണേലും ഇവിടെ ഇരിക്കാം. അതുപോലെ ഇവിടെ നല്ല പ്രകൃതിയുടെ കുറേ കിളികളുടെ സൗണ്ടും ഒക്കെ നല്ല രസമുണ്ട്. നമുക്ക് പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്ന് കുറച്ച് ദിവസമൊക്കെ ജീവിക്കണമെങ്കിൽ ഇവിടെ വന്ന് നിന്നാൽ മതി. പിന്നെ അടിപൊളിയാണ്. ഇത് ശരിക്കും ഒരു മലയുടെ മുകളിൽ നമ്മൾ നിൽക്കുന്നൊരു ഫീലാണ്. താഴേക്ക് ഒരുപാട് താഴ്ചയുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് നോക്കി അറ്റത്ത് കോടമഞ്ഞും മലയും താഴ്വാരമൊക്കെ കാണാം. അത് നല്ലൊരു വ്യൂ ആണ്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര കാണുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല അറിയില്ല. പക്ഷെ ഇവിടെ നമ്മൾ റൂമിൽ നിന്ന് ഇനി പുറത്തുള്ള കാഴ്ചകളാണെങ്കിൽ സ്വിമ്മിംഗ് പൂളും ഹോളിഡേ ആക്ടിവിറ്റീസ് സ്പാ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആരോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ താഴേക്ക് ഇറങ്ങാം. ഇവിടെ ആക്ച്വലി കോവിഡിന് മുമ്പ് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ നമുക്കിവിടെ സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു, സിപ്പ് സൈക്ലിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ആർച്ചറി ഉണ്ടായിരുന്നു. ഒരു 5-6 ആക്ടിവിറ്റീസ് അല്ലാതെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പോസ്റ്റ് കോവിഡ് നമുക്കൊന്നും ഇവിടെ അങ്ങനെയില്ല. സ്പായും സ്വിമ്മിംഗ് പൂളും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതൊക്കെ ആ കാഴ്ചകൾ നോക്കാം. ഇവിടെ കുറേ ചെടികളുടെ പേരാണെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ കാണിക്കുന്ന പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം അല്ലാതെയൊക്കെ. പിന്നെ കിളികളുടെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. നല്ലൊരു ആണ്. നമ്മളിപ്പോൾ അതേ താഴേക്ക് ഇറങ്ങി വന്ന് ഇവിടുന്ന് ഇപ്പോൾ മുകളിലേക്കുള്ള വ്യൂ കാണിച്ചു കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ അറ്റത്തെ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് നമ്മൾ താമസം. ഇത്രയും നമ്മൾ ഇറങ്ങി വന്നു. ഇനിയും നമ്മൾ ഇറങ്ങണം. ഇതുപോലെ ഒരുപാട് ബിൽഡിംഗ് ഇവിടെ ഉണ്ട്, ഒരുപാട് കോട്ടേജസ് ഇവിടെ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ നമ്മൾ എത്താറായി. ഏകദേശം സ്വിമ്മിംഗ് പൂൾ നമ്മൾ എത്താറായി. ഇടയ്ക്ക് ലൈറ്റ്സ് ഒക്കെ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് സ്പാൻ്റെ ഏരിയ, ആയുർവേദിക് സെൻറ്റർ എന്നുള്ള രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതും കേരളത്തിൻ്റെതായിട്ടുള്ള പണ്ടത്തെ ഒരു വീടിൻ്റെ, ഒരു ഓട് വീടിൻ്റെ സെറ്റപ്പിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും താഴേക്ക് ഇറങ്ങിയാലാണ് നമുക്ക് സ്വിമ്മിംഗ് പൂള് കാണാൻ പറ്റുക. ഇവിടെയാണ് തട്ടായിട്ട് ഓരോ ലെയറിലും ഓരോ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ ഇച്ചിരി മുകളിൽ നമുക്ക് ഇതുപോലെ വെയിറ്റിംഗ് ഏരിയ പോലെ ഉണ്ട്. ഇവിടെ നമുക്ക് കൊണ്ടുള്ള സീറ്റിങ്ങും ഒക്കെ കാണാൻ പറ്റും. നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇതിന് വലിയ ആഴമൊന്നും കാണുന്നില്ല സ്വിമ്മിംഗ് പൂളിൽ. നമുക്കിവിടെ സുഖമായിട്ട് കളിക്കാനൊക്കെ പറ്റും. പക്ഷേ കുട്ടികൾ 12 വയസ്സിന് താഴെയാണെങ്കിൽ ഒരു അഡൾട്ട് അക്കമ്പനി ചെയ്യണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ലൈഫ് ഗാർഡൊന്നും ഡ്യൂട്ടിയിലില്ല. അതിന് മാത്രം റിസ്കി ആയിട്ടുള്ളതല്ല. ഇവിടെ നമുക്കിതുപോലെ വെയിറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്ഥലമുണ്ട്. ബേബി പൂള് പോലെ കുറച്ചും കൂടെ താഴ്ച കുറവുള്ള ഒരു പൂളും ഉണ്ട്. നമുക്ക് കുട്ടികളെയൊക്കെ സുഖമായിട്ട് ഇറക്കാം. മക്കൾ എണീറ്റിട്ടില്ല, എന്നിട്ട് വേണം അവരെ കൊണ്ടുവരാൻ. ഇവിടുന്ന് വീണ്ടും സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് കുറേ ഏരിയ ഉണ്ട്. നമുക്കത് കാണാൻ പറ്റും. ഇവിടേക്ക് സ്റ്റെപ്സ് ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ വഴി കാണുന്നുണ്ട്. വീണ്ടും നമുക്ക് താഴേക്ക് അത്ര ഒരുപാട് താഴ്ച നമുക്ക് കാണാൻ പറ്റും. ചിലപ്പം ആ സൈഡിൽ നോക്കണം, അനിമൽസ് എന്തെങ്കിലും കാണും, മാണ് എന്താ ഇതുപോലെ നമ്മളെ കാണുമ്പോൾ ഒരു ഇങ്ങനെ ഓടും.
ഇത് എന്താ സംഭവം? ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ കുളിക്കരമല്ലേ. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഒന്ന് ഫിൽട്രേഷൻ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഇവിടെ തന്നെ ഈ പ്ലാന്റേഷനൊക്കെ നനയ്ക്കത് കഴിക്കും. ഓക്കെ. നോക്കി പോകണം. സൂക്ഷിച്ചു പോകണം കേട്ടോ. കാട്ടുകോഴി. മിൻസി പറഞ്ഞ ചെറിയൊരു വഴിയാണ്, ഒരാൾക്ക് നടക്കാൻ പറ്റുന്നൊരു വഴിയാണ്. നമ്മൾ സൂക്ഷിച്ചു പോകണം. അപ്പുറത്തേക്കൊക്കെ ആണെങ്കിലും നോക്കണം. ഇവിടെ കുറെ ഏലത്തിന്റെ പ്ലാന്റേഷൻസ് ഉണ്ടെന്ന് നമുക്ക് ചേട്ടൻ പറഞ്ഞു. നല്ല ഭയങ്കര മിസ്റ്റായിരുന്നു, സൂപ്പറാണ് ആയിരുന്നല്ലേ. ഇവിടേക്ക് താഴേക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് താഴ്ചയുണ്ട്. ഈ പ്ലാന്റേഷൻ ഫുള്ള് ഏലമാണ്. എന്തൊക്കെ കിളികളിലേക്ക് സൗണ്ട് കേൾക്കാം. ഇത് ശരിക്കും നമ്മളൊരു കാട്ടിക്കൂടെ അല്ലെങ്കിൽ പറമ്പിക്കൂടെ ഒക്കെ നടക്കുന്നൊരു ഫീലാണ്. ഇങ്ങോട്ട് കയറുന്നത് ഇതിന്റെ പ്രോപ്പർട്ടിയുടെ ഭാഗം തന്നെയാണോ? നമ്മുടെ ഭാഗമാണ്. ഈ റോഡ് റോഡില്ലേ, ഇവിടെ പോണെങ്കിൽ ആ റോഡ് വരെ പോകാൻ പറ്റും. ഓക്കെ. കാരണം கொஞ்சம் ഭയങ്കര നടന്നു പോണെങ്കിൽ വഴി ഇത് കറക്റ്റ് ഒരാൾക്ക് നടക്കാനുള്ള സ്പേസ് ആണല്ലോ ഇവിടെ. നമ്മുടെ എഡ്ജ്. എന്തൊക്കെ എന്തോ പോകുന്നുണ്ട് അവിടെ. ആദ്യം തോന്നുന്നു. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. എന്തോ സംഭവം കേറി പോയി. അത് ഏത് അനിമലായിരുന്നു എന്നുള്ളത് നമുക്ക് കണ്ടില്ല. ഒരു കാടിന്റെ കാട്ടുകോഴിയാണോ അറിയില്ല. അത് കയറി പോയി. അങ്ങോട്ട് കാണാൻ പറ്റിയില്ല നമുക്ക്. ഞാൻ ജസ്റ്റ് കയറുന്നത് കണ്ടായിരുന്നു, ഫുള്ള് കണ്ടില്ല. തിരിച്ച് നടക്കാം. ഇത് വലിയല്ലേ, ഇതുവരെ പോണെങ്കിൽ നമ്മുടെ എഡ്ജ് നമുക്ക് റൂമിന്റെ ഫ്രണ്ടിൽ റോഡ് പോകുന്നുണ്ടല്ലേ, അവിടെ വരെ പോകണം. ഭയങ്കര നമുക്ക് തിരിച്ച് നമ്മുടെ റൂമിന്റെ അവിടെ വരെ കയറാനുള്ളൊരു ഇതുണ്ട്. പക്ഷെ അത് ഭയങ്കര കയറ്റമായതുകൊണ്ട് ചെടിയാണ്. ഏതിന്റെയാണ്? കാപ്പിയുടെ ചെടി കഴിഞ്ഞു. അല്ലെങ്കിൽ നമുക്കിത് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ കോഫിയും ഉണ്ട് ഇവിടെ, ഏലവും ഉണ്ട്. കോഫിയുടെ പൂവാണ്. പക്ഷെ അത് ആയിട്ടില്ല, ചെറുതായിട്ട് വരും. കണ്ടിട്ടുണ്ട്. നടക്കണം ഇവിടെ. ഒരു സ്പേസ് കണക്കുള്ള കറക്റ്റ് സ്പേസ് ആണ്. അത്യാവശ്യം അഡ്വഞ്ചറസ് ആണ് ഇവിടെ. ട്രക്കിങ്ങിന് പോയൊരു ഫീലൊക്കെ ഇവിടെ തോന്നുന്നു നമുക്ക്. എല്ലായിടത്തേക്കും ഇതുപോലെ ഓസ് ഉണ്ട്, നനയ്ക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ താഴെ കാണാൻ പറ്റും. എല്ലായിടത്തേക്കും ഇങ്ങനെ ഉണ്ടെന്നാ പറഞ്ഞത്. ഓക്കെ. ചേട്ടന്റെ പേരെന്താ? തമിഴ്നാടാണോ? തൂത്തുക്കുടി അല്ലേ? റിവിനും ഗ്രേസും ഒക്കെ വന്ന് സ്വിമ്മിംഗ് പൂളിൽ ചെറിയൊരു അറ്റംപ്റ്റ് ഒക്കെ നടത്തുന്നുണ്ട്. നൈറ്റ് വ്യൂ ആണ് കേട്ടോ. നല്ല ലൈറ്റ്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാൻറ്റീൻ്റെ വ്യൂ ആണ്. ക്യാൻറ്റീൻ്റെ പുറമേ നിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പം കണ്ടത് കേട്ടോ. താഴോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ലൈറ്റൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോഫി, ടീ, ഭൂരി, ആലു പൊറോട്ട, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നല്ലതായിരുന്നു. പിന്നെ ഓംപ്ലേറ്റ്, ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉള്ള ഐറ്റംസാണ്.
അപ്പോൾ നമ്മൾ ഓക്സിജൻ റിസോർട്ടിന് ചെക്കൗട്ട് ചെയ്തു. ഇപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാഴ്ചകളുണ്ട്. പെരിയാർ നാഷണൽ പാർക്കിൽ പോകണം. അവിടെ ചെന്ന് ബോട്ടിങ്ങിന് പറ്റുമോയെന്ന് അറിയില്ല. പറ്റിയില്ലെങ്കിൽ അവിടെ ജംഗിളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോൾ ഇറങ്ങി. അപ്പോൾ ലഗേജൊക്കെ എടുത്ത് വെച്ച് അങ്ങോട്ടുള്ള യാത്രയിലാണ്.